ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ മോൻ്റെ 45ാമത്തെ വാക്സിനേഷൻ്റെ ഡേറ്റ് ആണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ പോവാണ്. ഈ ഡ്രസ്സ് ഇട്ടാണ് ഞാനിന്ന് പോകാൻ പോകുന്നത്. ഇതെൻ്റെ മോൻ്റെ നൂലേട്ടിൻ്റെ അന്ന് ഞാൻ ഇട്ട ഡ്രസ്സാണ്. ഞാനും എൻ്റെ മോനും ഈ ഡ്രസ്സാണ് ഇട്ടിരുന്നത്. നൂലേട്ടിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. നോമ്പായതുകൊണ്ട് ചെറിയൊരു ഫംഗ്ഷനായിട്ടാണ് നടത്തിയത്. അപ്പോൾ ഞങ്ങൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ വണ്ടി വന്നു, ഓട്ടോയിലാണ് പോകുന്നത്. ഞങ്ങളിതാ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മോൻ നല്ല ഉറക്കത്തിലാണ്. ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വാമനപുരത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ടാണ്. അവിടെയാണ് ഇനി തൊട്ടവൻ്റെ വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അല്ലാതെ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗോകുലത്തിലോട്ട് പോകുന്നതാണ്. വാക്സിനേഷന് വേണ്ടിയിട്ട് ഈ ഹോസ്പിറ്റലിലാണ് ഇനി വരാൻ പോകുന്നത്. അതാകുമ്പോഴത്തേനും ഇവരുടെ നേഴ്സും ഡോക്ടേഴ്സും ഒക്കെ ഞങ്ങളുടെ അടുത്തുള്ള അംഗൻവാടികളിൽ വന്ന് കുത്തിവയ്പ്പൊക്കെ എടുക്കുന്നതാണ്. അതാകുമ്പോഴത്തേക്കിന് കുഞ്ഞിനെ കൊണ്ട് കൂടുതൽ ട്രാവൽ ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളിതാ താഴെ ചെന്നു. അപ്പോഴത്തേനും അവർ പറഞ്ഞു പീഡിയാട്രിഷനെ പോയി കണ്ടിട്ട് വേണം വരാൻ. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, വെയിറ്റൊക്കെ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ വാക്സിൻ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ടോക്കൺ തന്നു. ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മമാർ വന്നിട്ടുണ്ടായിരുന്നു വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കുഞ്ഞിനോട് കുറച്ചൊന്ന് സംസാരിക്കുകയായിരുന്നു. ചിരിക്കാനൊക്കെ പറഞ്ഞപ്പോൾ അവൻ ചെറുതായിട്ട് ചിരിച്ചു. പക്ഷേ ഉറക്കത്തിലാണ് കേട്ടോ. അങ്ങനെ വാക്സിൻ എടുത്തപ്പോഴത്തേക്കിനും അവൻ നല്ല ഗുണം കരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫീഡ് ചെയ്യാൻ പറഞ്ഞു. ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ തിരിച്ചിനി വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ ചെന്നിട്ട് ഇനി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞിനെയും കൊണ്ട് പോകാൻ പറ്റില്ല, അവൻ നല്ല കരച്ചിലായിരുന്നു. അപ്പം വീട്ടിൽ ചെന്ന് അവനെ ഫീഡ് ചെയ്ത് കിടത്തി ഉറക്കിയതിന് ശേഷം എൻ്റെ ചേട്ടത്തി വന്നിട്ടുണ്ട്. അപ്പം അവളുടെ കൂടെയാണ് ഞാൻ പോകാൻ പോകുന്നത്. ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് പോയിട്ട് പെട്ടെന്ന് വരും. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞ് ഉറങ്ങുവാണ്. അപ്പോൾ അവൾ എണീക്കുന്നതിന് മുമ്പ് എനിക്ക് 2 മണിക്കൂറിനുള്ളിൽ തിരിച്ച് വരണം, അപ്പം പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഞങ്ങളിതാ അപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോകുന്നത് വെഞ്ഞാറമൂട്ടിലുള്ള അൽഫ വെഡ്ഡിങ് സെൻറ്ററിലാണ്. സാധാരണ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ തന്നെയാണ് സ്ഥിരം പോകാറുള്ളത്. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കിന് എൻ്റെ കസിൻ സിസ്റ്ററും ഹസ്ബൻഡിൻ്റെ ഉമ്മായും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഡ്രസ്സ് എടുക്കുന്നത്. പെരുന്നാളിന് വേണ്ടിയിട്ട് ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ ഇത് എടുത്ത് പറയാൻ കാരണം ഇവരുടെ മാരേജ് കഴിഞ്ഞിട്ടില്ല, എൻഗേജ്മെൻറ്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം എൻഗേജ്മെൻറ്റ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് അവസാനം ഞങ്ങളവിടെ ബോറടിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു പായിട്ടം കിടന്നാലേ നല്ല തണുപ്പുണ്ട്. പല ഡിസൈനിൽ പല മോഡൽ ഡ്രസ്സ് നോക്കിയിട്ട് അവൾക്കൊന്നും സൈസ് കറക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറയുക, ഇനി ഇത് കേട്ടിട്ട് ആരും ബോഡി ഷേമിംഗ് ആണെന്ന് പറഞ്ഞ് വന്നേക്കരുത്. ഇത് ജസ്റ്റ് ഫോർ ഫണ്ടിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. അത് അവളുടെ അനുവാദം ചോദിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഡ്രസ്സ് ഓൾട്ടർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ മോൻ എണീക്കുന്നതിന് മുമ്പ് എനിക്ക് വീട്ടിലെത്തേണ്ടതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ.